അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ രാവിലെ മുതലുള്ള റൊട്ടീനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ നീച്ച പാടന്നെ ഒരിത്തിരി ചെറിയ ചൂടുവെള്ളം കുടിച്ചു കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ഞാൻ നല്ല കുട്ടിയായിരിക്കുന്ന ഒരു ദിവസത്തെ വീഡിയോ ആണേ. അപ്പോൾ രാവിലെ ഞാൻ നല്ല കുട്ടിയായിരിക്കുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പിന്നെ എൻ്റെ പണിയൊക്കെ കിടക്കുക കേട്ടോ. അപ്പം ചൂടുവെള്ളമൊക്കെ കുടിച്ച് പിന്നെ നമുക്ക് കുറച്ച് എഴുതി വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഡെയിലി ഒന്നുമില്ല, പക്ഷെ ചില ദിവസങ്ങളിൽ ഞാനിങ്ങനെ ഇന്ന രീതിയിലൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാന് ചെയ്യും കേട്ടോ. അന്നത്തെ ദിവസം നല്ല നീറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യും. ചില ദിവസം ഒന്നും എഴുതിയൊന്നും വെക്കൂല, ഒരു അലസമായിട്ട് അങ്ങോട്ട് തുടങ്ങും. അന്നത്തെ ദിവസം അങ്ങനെ അലസമായിട്ടാണ് അവസാനിക്കും ചെയ്യുക കേട്ടോ. പക്ഷെ ഇന്നങ്ങനെയല്ല, ഇന്ന് ഞാൻ എഴുതി വെച്ചിരിക്കണം 1 മണിയാകുമ്പോഴത്തേന് എല്ലാ പണികളും തീർക്കണം എന്ന് എഴുതി വെച്ചിരിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ചില ദിവസമൊക്കെ ചെയ്യലുണ്ടേ. പക്ഷെ അങ്ങനെ ചെയ്യണമെന്ന് ആ ഒരു എന്താ പറയുക, പെട്ടെന്ന് തീർക്കാനുള്ളൊരു എനർജിയൊക്കെ നമുക്ക് വരും. പിന്നെ എൻ്റെ ഡെയിലി കുറച്ച് റൊട്ടീനിൽ പെട്ട സാധനമാണ് ഈ രാവിലത്തെ ഈ വലത് മാറി ഇടത് മാറി കുറച്ച് എക്സസൈസ് കാര്യങ്ങളൊക്കെ കേട്ടോ. ചെറിയ രീതിയിലൊരു സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യലുണ്ട്. നോമ്പായിട്ട് ഞാൻ നിർത്തി വെച്ചതിന്, പക്ഷെ നോമ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ. ഞാനിതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാണ് കൊണ്ടുപോകില്ല, അതാണ് ഇപ്പം എനിക്കുള്ള കുഴപ്പം. രാവിലെ ഞാനിതൊരു ഇത്തിരി ചൂടുവെള്ളമൊക്കെ കുടിച്ച് നല്ല കുട്ടിയായെങ്കിലും ഒരിത്തിരി കട്ടന് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പം അജുവിന് കട്ടന് ഇട്ട് കൊടുത്തപ്പോൾ കൂട്ടത്തിൽ ഞാനൊരിത്തിരി ഞാനും അടിച്ചു മാറ്റിക്കണം കേട്ടോ. ഒരിത്തിരി എനർജിയൊക്കെ ഒന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരിത്തിരി ചായ കുടിക്കണം, അതാണ് എൻ്റെ കുഴപ്പം. ഞാനൊരിത്തിരി ചായയൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിലേ ഞാനിന്ന് നേരത്തെ കാലത്ത് എണീച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 4:30ക്കാണ് അലാറം വെച്ചത്, പക്ഷെ ഇന്ന് 4 മണിയായപ്പോൾ തന്നെ ഉണർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് അജുവിനല്ലെങ്കിൽ ഞാൻ മദ്രസക്ക് പോകാനൊക്കെ സമയമാകുമ്പോൾ വിളിച്ചുണർത്തില്ല. ഇന്ന് പോകാനുണ്ട് 5 മണിയാകുമ്പോൾ തന്നെ നീച്ചു വന്നിക്കണേ. അല്ലെങ്കിൽ ഒരു 5:30ക്കാണ് നീച്ച്, 6 മണിക്കാണല്ലോ മദ്രസ്. അപ്പം കുറച്ച് നേരത്തെ നീച്ചത് കൊണ്ട് ഒരു 6 മണിക്ക് കഴിഞ്ഞിട്ട് കിച്ചണിൽ കയറാം, പണികളൊക്കെ എടുക്കാന്നൊക്കെ വിചാരിച്ച് ഞാനിന്ന് ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കട്ടെ എഴുതി നിന്നപ്പോൾ ഞാൻ നനച്ചു കൊടുത്തോളാന്ന് പറഞ്ഞിട്ട് ഓന് വന്നിട്ടാണ് ചെടികളൊക്കെ ഒന്ന് നനച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിനി അത് കേട്ടാ. ഞാനപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് പ്രകൃതി രമണീനൊക്കെ കണ്ടു. രമണീനെ കാണാനൊന്നുമില്ല, രമണി എരുത്തത്താണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വെളിച്ചം വെച്ചിട്ടൊക്കെ നമുക്ക് രമണീനെ കാണാം. അല്ല, അടുക്കളയിലത്തെ ചെടിയും ഞാൻ തന്നെ നനച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഓന് ഇവിടെയൊക്കെ നനച്ച് ആകെ എനിക്ക് പണിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഓലെന്തെങ്കിലും ഒരു പണി ഏൽപ്പിച്ചാൽ ബാക്കിൽ ഇങ്ങനെ ഒരു 2-3 പണി നമ്മൾ എടുക്കേണ്ടി വരുന്നത് നമ്മൾ ആദ്യമേ കണ്ടിട്ട് വേണം അതിനൊക്കെ ഏൽപ്പിച്ചാൻ കേട്ടോ. ആകെ ഇങ്ങോട്ട് സ്പ്രേ ആക്കി വെച്ചിക്കണേ. അതിന് നല്ലോണം പ്രഷർ കൊടുക്കുമ്പോൾ നല്ല പോലെ വെള്ളം ചീറ്റി വരും കേട്ടോ ഒരു സാധനം. അപ്പം അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കട്ടെ. ഞാൻ ഫ്ലിപ്പിൽ നിന്ന് വാങ്ങിയതാണ്. 2-3 മാസമൊക്കെയായി ഞങ്ങൾ ഉപയോഗിച്ചിട്ട് കേട്ടോ. അടിപൊളിയാണ്, ചെടിയൊക്കെ ഇങ്ങനെ നനച്ചു കൊടുക്കാനും ഒക്കെ ഉഷാറാണ് സംഗതി. എന്തായാലും ഓന് പരത്തിയ ഭാഗമൊക്കെ ഞാനൊന്ന് തുടച്ച് വൃത്തിയാക്കിയെടുത്ത് ഇനി നമുക്ക് നമ്മളെ പരിപാടി തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവാണ് കേട്ടോ. റവ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. റമദാനിന് കൊണ്ടുവന്ന റവകൾ ഇനിയും ബാക്കിയിരിപ്പുണ്ട്. അപ്പം അത് പെട്ടെന്ന് തീർക്കണം. കുറേ കാലമൊന്നും റവ അങ്ങനെ കേടുവരാതെ നിൽക്കുന്നില്ല. അപ്പം അത് വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കണം. സവോള വയറ്റി കൊണ്ട് നിന്നപ്പോഴാണ് ഓൻ പോകാനായിക്കാണ്ട് ഇറങ്ങിയത് കേട്ടോ. അപ്പം ഞാൻ ഓന് പോണതൊന്ന് നോക്കി നിന്നതാണ്. ഇന്നിപ്പോൾ കുറച്ചൊക്കെ ഒന്ന് നല്ലോണം നേരം വെളുത്തിക്കണ് പോകാനായപ്പോൾ തന്നെ. അപ്പം പിന്നെ ഞാൻ കൊണ്ടുപോയാക്കാനൊന്നും പോയിട്ടില്ല. അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ നമ്മൾ സവാളയൊക്കെ ഏകദേശം വാടി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സിമ്മിലിട്ടിട്ടാണ് പോയത്. അല്ലെങ്കിൽ നമ്മൾ വരുമ്പോഴത്തേനൊക്കെ സവാളയൊക്കെ കരിങ്കുരങ്ങായിട്ടുണ്ടാവും. അപ്പം ഞാൻ അതിക്ക് വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് നമ്മൾ ഉപ്പുമാവിന് ഉപ്പൊക്കെ ഇട്ടെടുത്ത് റവയൊക്കെ ഇട്ടെടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ ബർത്ത്ഡേ വ്ളോഗ് കഴിഞ്ഞല്ലോ. ബർത്ത്ഡേ വിശ്വാസം അറിയിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ എൻ്റെ ബർത്ത്ഡേ അന്നാണ് ഇന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ വിശ്വാസം അറിയിക്കണം കേട്ടോ. ഞാൻ അങ്ങനെ നമ്മൾ ഉപ്പുമാവൊക്കെ റെഡിയായി. ഉപ്പുമാവൊക്കെ ഒന്ന് റെഡിയാക്കി ഞാൻ തീയൊക്കെ ഓഫാക്കിയതിന് ശേഷം കുറച്ച് സമയം കിട്ടിയപ്പോൾ നമ്മൾ പ്രകൃതി രമണീനെ ഒന്ന് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ അല്ലെങ്കിലും പ്രകൃതി രമണീനെ ഒന്ന് വന്ന് കണ്ട് ഒന്ന് വർത്താനൊക്കെ പറയുമ്പോൾ ഒരിത്തിരി സന്തോഷം സമാധാനമൊക്കെ കിട്ടും. ഞാൻ പറയുന്നത് സത്യമാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വാസം ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് രാവിലെകളിലൊന്ന് പ്രകൃതി രമണീയായിട്ടൊരു സംവാദമൊക്കെ ഒന്ന് നടത്തിയേക്കൊണ്ടി. കഴിഞ്ഞ വീഡിയോയിൽ ഞാനിതാ പാമ്പ് കാറ്റുള്ള എയറിൽ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ചിലരൊക്കെ പറഞ്ഞേ പെട്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങളും അങ്ങനെ വിചാരിച്ചു വന്നു. ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയത്. പിന്നെയാണ് മനസ്സിലായത് ഇത് ഈ വായൻ്റെ ക്രയവിക്രയമായ ഓരോരോ ലീലാവിലാസങ്ങളാണ്. ഇവിടെ പൊര നിറഞ്ഞു നിൽക്കണ 3 വായകളുണ്ട്. പെര നിറഞ്ഞും പുറത്തേക്ക് പോയിക്കണ കേട്ടോ. അമ്മ അതിൽ വലിപ്പം വെച്ചിക്കണ. ഞാനീ പറഞ്ഞത് ഈ 3 വായകളാണ് കേട്ടോ.
രാവിലെ ആ കിളികളെ സൗണ്ട് ഉണ്ടല്ലോ അത് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു സമാധാനമാണ്. ഞാനത് മ്യൂസിക് ഒന്നും കൊടുത്തതല്ല കേട്ടോ, അത് ഒറിജിനൽ കിളികൾ ഇവിടെ ഒച്ചിമുളി ഉണ്ടാക്കിയതാണ്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞ പോലെ ഒന്നും കൂടി ഒച്ചിമുളി ഉണ്ടാക്കിയതാ തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആ 3 വായകൾ ഇതാണേ. കാറ്റ് കടിച്ചിട്ടാ തോന്നുന്നുണ്ട്, അതിന്റെ ഇലയൊക്കെ ഒരുമാതിരി ഓഞ്ഞ പരുവത്തിലായിക്കണ്. പിന്നെ വെയിലും ചൂടൊക്കെ അല്ലേ, പിന്നെ എന്റെയൊക്കെ ഒന്ന് കഞ്ഞി വല്ല തുള്ളി വെള്ളമൊക്കെ കിട്ടിയിട്ട് വേണ്ടേ ഓൽക്കൊന്ന് വളരാൻ. ഓരോ നിറഞ്ഞു നിൽക്കാന്നല്ലാതെ ഇവൾക്ക് കൊലക്കാനുള്ള ഭാവമൊന്നുമില്ല. അപ്പം ഉമ്മാനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു 1 കൊല്ലമായിട്ടില്ല, പ്രായപൂർത്തിയായിട്ടില്ല, പ്രായപൂർത്തിയായി വരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മളെ അയലോക്കത്ത് അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് മാങ്ങകളൊക്കെ ഉണ്ടായിക്കണേ. നമ്മളെ മൂച്ചിമ്മ മാത്രമേ ഉള്ളൂ മാങ്ങ ഇല്ലാത്തത്. അവിടെ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു മറ്റേ പറങ്കിയാങ്ങ അറിയാം നമ്മളവിടെ കശുവണ്ടീന്റെ മരം. അത് എന്റെ മക്കൾക്ക് ഇനി വെക്കേഷനിൽ അടിച്ചു പൊളിച്ചാൽ വേറെ എന്തെങ്കിലും ആണോ? ഇപ്പുറത്ത് മാങ്ങ, അപ്പുറത്ത് പറങ്കിയാണ്ടി, ഇപ്പുറത്ത് മാങ്ങ. ഞമ്മക്ക് വാങ്ങില്ലെങ്കിലും അയലൊക്കത്തു നിന്നൊക്കെ മാങ്ങ ഉണ്ടായാലും ഞമ്മക്ക് കിട്ടും കേട്ടോ. നമ്മളിവിടെയൊക്കെ ഇപ്പോഴും ആ ബാർട്ടർ സിസ്റ്റം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്തെങ്കിലും ഉണ്ടായാൽ അങ്ങോട്ടും കൊടുക്കും, അവിടെ എന്തെങ്കിലും ഉണ്ടായാൽ ഇങ്ങോട്ടും കിട്ടും. അപ്പൊ അങ്ങനെ അതുകൊണ്ട് മാങ്ങ നമ്മള് മൂച്ചിമ്മല്ലാന്ന് വിചാരിച്ചിട്ട് നമുക്ക് വിഷമിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാനും ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. കുഞ്ഞുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിക്കണേ. അപ്പൊ കൂടെ തന്നെ ഇരുന്നിട്ട് ഞാനും തിന്നട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് വരുമ്പോഴത്തേന് മൂപ്പര തീറ്റ കഴിഞ്ഞിട്ടുണ്ടാവും. അത്രയും സമയം മഴ എനിക്ക് വീഡിയോ എടുക്കാൻ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചായ, രാവിലെ ഒരു കടിയില്ലാത്തൊരു ചായ, പിന്നെ കടി കൂട്ടിയൊരു ചായ, അങ്ങനെ ഒരു രാവിലെ ഒരു 2-3 ഗ്ലാസ് അകത്താക്കാനുള്ള വകുപ്പൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ആയിട്ട് ഉണ്ടാക്കിയെക്കും. അപ്പൊ ഈ ചായന്നൊരു മോചനം വേണമെന്നൊക്കെ ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ആഗ്രഹം മാത്രമേ നടക്കിലുള്ളൂ, നടപ്പിലാക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഷൂട്ട് ചെയ്ത് ചായ അടിച്ചാൽ മതപ്പോൾ തന്നെ കാക്കാന്റെ ചായ കഴിഞ്ഞിട്ട് കാക്ക പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വേഗമൊക്കെ ചായ ഒക്കെ കുടിച്ചു. അത് കഴിഞ്ഞേക്കന്നെ നമ്മുടെ സെനിക്കുട്ടനും നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതാ ബാക്കിയുള്ള വീഡിയോ? അവൻ ഈ കുട്ടിക്ക് എന്താ ഇന്നിപ്പോ ഉപ്പുമാവ് വേണ്ട പറഞ്ഞിട്ടുണ്ടേനി. അപ്പൊ ഓനക്കും ഹിബൻക്കും ഒന്ന് ഉപ്പുമാവ് വേണ്ട പറഞ്ഞിട്ട് ഓന് നൈസിൽ പൊടിയാണ് കേട്ടോ തിന്നിട്ടുണ്ടേനി. അത് പിന്നെ നമ്മളെ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് ഞമ്മക്ക് എപ്പോഴും പരിക്കാണ് കേട്ടോ. എപ്പോഴും അവിടെ ഇവിടെ വരതിയിട്ടും കുത്തിയിട്ടും ഞങ്ങൾക്ക് എപ്പോഴും മുഖത്തും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇതേപോലെ സ്ക്രാച്ച് ചെയ്യാറട്ടോ. എവിടെയെങ്കിലും ഒന്ന് ആയി മാറി വരുമ്പോൾ തന്നെ അടുത്ത വരിയും കുത്തും കൊണ്ട് ഓൻ വരലുണ്ട്. എന്റെ പറ്റി പോയോ? എങ്ങോട്ടാ പോയത്? പണിക്ക് പോയതാട്ടോ, പണിക്ക് പോയതാണേ. മുട്ടായി കൊണ്ടുവരാൻ പോയതാട്ടോ. മുട്ടായി കൊണ്ടുവരും കേട്ടോ. ആ ഇന്നിപ്പോ ഞാൻ രാവിലെ മുല്ലപ്പൂന്ന് പറിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ എപ്പോഴാണ് മുല്ലപ്പൂന്ന് പറിച്ചാൻ വേണ്ടി വന്നത്. ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നല്ല സ്മെല്ല് ഇങ്ങനെ വരും. അപ്പൊ ഞാൻ കുറച്ച് പറിച്ചേക്കാന്ന് വിചാരിച്ചിട്ടോ. കുട്ടിക്ക് ഇത് പറിച്ചു വെച്ചാല് പിന്നെ ഓളെന്നെ കോർത്തൊക്കെ എടുത്തോളൂ കേട്ടോ. അജിക്കുട്ടനും ജനക്കുട്ടനും ഒക്കെയാണ് ഇന്നിപ്പോ എനിക്ക് കൂട്ടോ. അജു മദ്രസ ഇട്ട് വരുന്നിട്ടാണ്, വരുമ്പോൾ തന്നെ നിയമോള് പോവും. ഇനി എന്തിനാ പന്തിച്ച് അത് പറിച്ചാ? അത് പറിച്ചാ അങ്ങനെ അലക്കൽ കഴിഞ്ഞ് ഒരു സമാധാനായിട്ടോ. അലക്കൽ കഴിഞ്ഞ് കണ്ട് ബാക്കി ഒന്ന് തോരട്ടെ. രാവിലെ അലക്കൽ കഴിയുമ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, ഒരു പൗതി സമാധാനം വന്ന മാതിരിയാണേ. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വലിയ ഭാരപ്പെട്ട പണിയൊന്നുമില്ല എന്നതാണ് തോന്നല്. അപ്പൊ രാവിലെ തന്നെ അലക്കൽ കഴിച്ചു. കാരണം കുറച്ച് കഴിഞ്ഞാൽ വെയിലോണ്ട് പിന്നെ അലക്കുന്ന കല്ലുമ്പോൾ അടുക്കൂല കേട്ടോ.
അങ്ങനെ കുഞ്ഞിപ്പെണ്ണു വന്നു. ഓള് പണി തുടങ്ങിട്ടോ. ഓള് പിന്നെ സൂചിയൊക്കെ കോർത്ത് ഒറ്റയ്ക്ക് എൻ്റെ മുല്ലപ്പൂവൊക്കെ കെട്ടി എടുക്കലാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഓള് ചെയ്യണത് നോക്കി ഞാനും കുറച്ചു നേരം അവിടെ ഇങ്ങനെ നിന്നോട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി മുല്ലപ്പൂവിന്റെ സ്മെല്ലും കാര്യങ്ങളും ഒക്കെ. മുല്ലപ്പൂ കോർക്കാനും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. ഇപ്പൊ പിന്നെ നേരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് കോർത്തെടുക്കാനൊന്നും നിൽക്കലില്ല. അത് കഴിഞ്ഞതാ നമ്മള് ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അടുപ്പൊക്കെ കത്തിച്ചിട്ടേ ഇപ്പൊ ഗ്യാസുമോ അല്ലാതെ ചോറൊന്നും വെക്കലില്ല കേട്ടോ. ഞാൻ ഗ്യാസിന് ഭയങ്കര ക്ഷാമാണല്ലോ. പിന്നെ വിറകിന് വലിയ ക്ഷാമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചോറ് അടുപ്പത്തിനാക്കാം. ഇനി ഇപ്പൊ കറി ഉണ്ടാക്കിയെടുക്കണം. അതിന് മത്തന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ മത്തൻ കറിയാണ് ഉണ്ടാക്കണമെന്ന്. ബാക്ക്ഗ്രൗണ്ടിൽ പിന്നെ തട്ടും മുട്ടലും പൊട്ടലും ചീറ്റലും ഒക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. 3 ആൾ ഇവിടെ ഇരുന്ന് എന്തൊക്കെയോ ഭയങ്കരമായ കളിയിലാണ് കേട്ടോ. പുറത്താണ് കേട്ടോ. അകത്ത് ഓരോ സാധനങ്ങൾ വലിച്ചിട്ടുള്ളതായതുകൊണ്ട് ഞാൻ അവളെ പുറത്തൊക്കെ ആക്കിയതാണ്. പുറത്തുനിന്ന് എന്തൊക്കെയോ ചെണ്ട കൊട്ടി എനിക്ക് ചവിടിനൊരു സ്വൈരം തരുന്നില്ല കേട്ടാ. ഇനി ഒരു 2 മാസത്തെ വെക്കേഷൻ കജ്ജുമ്പോഴത്തിന് ചെവിന്റെ ഒക്കെ അവസ്ഥ കിളികൾ പറന്നുവോ പറഞ്ഞ പോലെ കേട്ടോ. നമ്മളെ കുക്കറേ നന്നാക്കിയിട്ടില്ല. കുക്കറിന്റെ അടുപ്പ് ഒരു പ്രാവശ്യം ഞാൻ പോയപ്പോ കൊണ്ടുപോകാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെ അടുപ്പിന്റെ സുന ശരിയാക്കിയിട്ടില്ല. തൽക്കാലികം ഞാൻ കുക്കറിൽ തന്നെയാണ് വെക്കുന്നത്. മത്തനായതുകൊണ്ട് പിന്നെ വലിയ വേവൊന്നുമില്ലല്ലോ. അതുകൊണ്ട് വിസിലൊന്നും അടുപ്പിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് കുക്കറിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുക വിചാരിച്ചിട്ടാണ് കേട്ടോ. മത്തി തളിയോ എന്താണ് മത്തിയും തളിയും പാടെ 1 കിലോ തരാൻ പറ കേട്ടോ. അല്ലെങ്കിൽ 100 റുപ്യക്ക് മത്തിയും തളിയും പാടെ. വലിയ മീമി ആയിക്കോട്ടെ. അവിടെ വെച്ചോളാ വെച്ചോളാ. അവിടെ ചേർച്ചടച്ചോളാ. നമുക്ക് നന്നാക്കട്ടോ. ഇതെന്ത് മീമിയാണ്? ഇത് തള. തള പറഞ്ഞ ഇതോ? ഇതേത് മീമിയാ? ഇത് തോളല്ല, ഇത് മത്തി. മത്തി പറഞ്ഞ മത്തി പറ. ഇത് തള മീന്. വലിയ ചാള ഇന്നലെ ചാള അവിടെ വെക്ക. അവിടെ വെക്ക. അതിൻ്റെ നെക്കി പൊട്ടിച്ചല്ലേ കേട്ടോ. പള്ള പൊട്ടിച്ചല്ലേ. നെക്കി പൊട്ടിച്ചല്ലേ. നമുക്ക് നന്നാക്കട്ടോ. ചെങ്ങായി മീനെങ്ങനെ കൊണ്ടുവരുന്ന കണ്ടല്ല അവസ്ഥ അതാണ് കേട്ടോ. അതിൻ്റെ കിളിമീറ്റ് പിന്നെ ചിലപ്പോൾ മത്തിൻ്റെ ഒക്കെ പള്ള പൊട്ടിച്ചെടുക്കും. അപ്പോഴത്തേന് ചോറ് വെന്തിട്ടുണ്ടേനെ. അപ്പം ഞാൻ വേഗം ചോറ് ഊറ്റി വെക്കട്ടെ. എന്നിട്ട് വേണം മീൻ നന്നാക്കാൻ കേട്ടോ. കറി ഇല്ലതുകൊണ്ട് ഞാൻ മീൻ പൊരിച്ചെടുക്കാനായിട്ട് ചെയ്യണത്. എല്ലാ മീനും കൂടി മസാല വറ്റിയിട്ട് ഫ്രിഡ്ജിക്ക് വെക്കും. ഇതൊരൊറ്റ ദിവസത്തിനൊന്നും വേണ്ട കേട്ടോ. ഞങ്ങൾക്ക് 2 ദിവസത്തിനുള്ള മീനാണിത്. അപ്പം ഇന്നും ഫ്രൈ ചെയ്യും, ബാക്കി നാളെയും ഫ്രൈ ചെയ്യും. നാളെ പിന്നെ ഞാൻ ഞങ്ങൾക്ക് വല്ല കറിയും ഉപ്പേരിയൊക്കെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ആക്കും. അങ്ങനെയൊക്കെയാണ് നമ്മളെ ദിവസം പോണത് കേട്ടോ. ഡെയിലി ഒന്നും മീൻ ചിലപ്പോൾ അത്രയും ക്വാണ്ടിറ്റി ആവശ്യമല്ല ഞങ്ങൾക്ക് ഒരു ദിവസത്തിനൊന്നും. അപ്പം ഉള്ള മീൻ ഞാൻ കുറച്ച് ഇപ്പൊക്കെ ഉള്ളത് കുറച്ച് പൊരിച്ചെടുക്കട്ടെ കേട്ടോ. ഞാൻ ഈ കറിവേപ്പില നിരത്തിയിട്ട് അതിൻ്റെ മുകളിൽ മീൻ പൊരിച്ചാലൊന്നുമില്ലേ. പക്ഷെ ചിലരൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി കണ്ട് അങ്ങനെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഞാൻ. ഇനിയിപ്പോൾ എന്താ പാത്രങ്ങൾ കുറച്ചധികം മോറാനുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് മോറി സെറ്റാക്കി എടുത്തട്ടെ കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഒരു മോറൽ കഴിഞ്ഞിരിക്കണ്. അതാണിപ്പോൾ വലിയ മോറലൊന്നും ഇല്ലാത്ത കുറച്ച് പാത്രങ്ങൾ മാത്രമായത്. പിന്നെ കറി റെഡി ആയിട്ടുണ്ടേനി. അതിൻ്റെ ഇടയിൽ ഞാൻ കടുകൊക്കെ വറുത്തെടുത്തിട്ടുണ്ടേനി കേട്ടോ. എന്തല്ലേ പിന്നെ നമ്മൾ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു ചിന്ന ക്ലീനിങ് ബാക്കിയുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഗ്യാസൊക്കെ ഒന്ന് തേച്ച് വെച്ച് കഴിക്കണം. ഇപ്പം ഒന്ന് മീനൊക്കെ ഒന്ന് ഫ്രൈ ആക്കുമ്പോൾ എങ്ങനെയായാലും തെറിച്ചുവല്ലോ. അപ്പം അതുകൊണ്ട് അതൊക്കെ ഒന്ന് തേച്ച് വെച്ച് എടുക്കാന്ന് കരുതി. പിന്നെ ഞാൻ വീഡിയോന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, 1 മണിയാകുമ്പോഴത്തേന് ഞാൻ പണികളൊക്കെ തീർക്കും എന്ന് എഴുതി വെച്ചേക്കൾ കണ്ടോ. ഞാൻ ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. അങ്ങനെ എഴുതി വെക്കണൊക്കെ ദിവസങ്ങളിൽ ആ ഒരു സമയമാകുമ്പോഴത്തേന് പെട്ടെന്ന് ഞാൻ പണി തീർക്കലും ഉണ്ട് കേട്ടോ. പെട്ടെന്ന് അറിയുമ്പോൾ അങ്ങനെ അർജന്റായിട്ട് ചട്ടപ്പടയെന്ന് അങ്ങനെയല്ല. നമുക്കുണ്ടല്ലോ ചില നേരത്തൊക്കെ
എപ്പോഴേലൊക്കെ ഒരു 10 മിനിറ്റ് ഫോൺ നോക്കാം, അങ്ങനെ കുത്തിരുന്നങ്ങാണ്ട് പിന്നെ 10, 20 20 അരയായി അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുമല്ലോ. അപ്പം നമ്മൾ എങ്ങോട്ടേലൊക്കെ പോകാനുള്ള ദിവസങ്ങളിൽ എങ്ങനെയാക്കാരം നമുക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേനും നമ്മൾ ഒരുവിധ എല്ലാ പണികളും തീർത്ത് നമ്മൾ ഫ്രീ ആവൂലേ. അതേ ഒരു സംഗതി തന്നെ നമുക്ക് ചില ദിവസങ്ങളിൽ ഇനിയിപ്പോൾ എന്താപ്പോ എളുപ്പം പണി കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ അങ്ങനെ വിചാരിച്ചിരുന്ന ദിവസങ്ങളിൽ തോന്നിയ പോലെ പണിയെടുക്കും, തോന്നിയ സമയത്ത് കഴിയും, അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെയല്ലാതെ ചില ദിവസങ്ങളെങ്കിലും ഈ ഒരു സമയമാകുമ്പോഴത്തേന് തീർക്കണമെന്ന് ഇങ്ങനെ എഴുതി വെക്കുക അല്ലെങ്കിൽ മനസ്സിൽ വിചാരിക്കുക ഒക്കെ ചെയ്താൽ അന്നത്തെ ദിവസം നമുക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേന് പണി തീർക്കണം എന്നുള്ള ത്വരീകാരം. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര അർജന്റ് ബേജാറായിട്ട് അങ്ങനെ ചെയ്ത് തീർക്കേണ്ട. എന്നാലും നമുക്ക് വെറുതെ അവിടെ ഇവിടെയും 10 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് നേരം കഴിക്കുമല്ലോ, ആ ഒരു സമയമല്ല അത്. ഉള്ള പണികൾ പെട്ടെന്ന് തീർത്താൽ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാമല്ലോ. അങ്ങനെയുള്ള ഒരു സിസ്റ്റം ആണ് കേട്ടോ. അത് എല്ലാ ദിവസവും ഒന്നും നടപ്പിലാക്കിയില്ലെങ്കിലും ചില ദിവസങ്ങളൊക്കെ നമുക്കൊന്ന് നടപ്പിലാക്കി നോക്കാം. അപ്പം ഞാൻ ഇപ്പോൾ ചില ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ 1 മണിയായപ്പോഴത്തേന് സത്യം പറഞ്ഞാൽ പണികളൊക്കെ തീർത്തിട്ടുണ്ടേനു. പക്ഷേ അപ്പോഴേക്കും എനിക്ക് വിരുന്നുകാർ വന്നിട്ടുണ്ടേനു കേട്ടോ. അപ്പം അതുകൊണ്ട് അതിൻ്റെ ബാക്കി എനിക്ക് ആ 1 മണിയായപ്പോഴത്തേനും പണി തീർത്തതൊന്നും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ടൈമും കാര്യങ്ങളൊന്നും കാണിച്ച് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. പക്ഷേ 1 മണിയായപ്പോഴത്തേനും എൻ്റെ പണിയൊക്കെ ഞാൻ തീർത്ത് റാഹത്താക്കിയിട്ടുണ്ടേനു കേട്ടോ. അപ്പം നിങ്ങൾക്കും ഈ ഒരു ടിപ്പൊക്കെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. ഒരു 12 മണിക്കോ 1 മണിക്കൊക്കെ ആ ഒരു ടൈം ആകുമ്പോഴത്തേന് തീർക്കണം എന്ന് വിചാരിക്കുക. എന്നിട്ട് അങ്ങോട്ട് പണികളൊക്കെ തീർക്കുക. വിചാരിച്ചാൽ മാത്രം വിചാരം നടക്കൂല കേട്ടോ. സംഗതി നമ്മൾ നടപ്പാക്കണം. അപ്പം ചില ദിവസങ്ങളിൽ ഒരു ഓഞ്ഞ മടിയൊക്കെ ഉണ്ടാകുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റിലൊന്ന് പറയണം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മളെ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഉടനെ തന്നെ വരാം. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.